സോ വെൽക്കം ബാക്ക് ടു ബൂട്ട് ക്യാമ്പ് ഡേ 8 ഗൈസ്. അപ്പോൾ നമ്മളൊരു 7 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡേ 8 ആണ്. സോ ഡേ 8ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. സോ പ്രീവിയസ് വീഡിയോ നമ്മൾ ലിക്വിഡിറ്റി ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. സോ മാർക്കറ്റ് സ്ട്രക്ചർ എന്തിനാണ് നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിൻ്റെ അതുപോലെ തന്നെ മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളൊരു കാര്യത്തിലോട്ട് നമ്മൾ പോകണം. സോ അതിൻ്റെ ബേസിലായിരിക്കും ആൻഡ് സ്ട്രക്ചർ നോക്കിയിട്ടായിരിക്കും നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണത്. സോ ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഒരു ബയാസിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ എത്തുന്നത്. സോ അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ആ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു സെഷൻ്റെ അകത്തുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ബട്ട് ഈ തിയറിയിൽ പറയണ അത്ര സിമ്പിൾ ആയിരിക്കില്ല ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത്. ബട്ട് സ്റ്റിൽ നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് മെയിനായിട്ട് 3 രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു ജനറലൈസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു 3 രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് ആണ്, അതായത് മാർക്കറ്റ് അപ്പ് സൈഡ് പോകുന്നു. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയറിഷ് ആണ്, മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്നു. സോ തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വേസ് ആണ്, അതായത് മാർക്കറ്റ് എങ്ങോട്ടും പോകണില്ല, ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെ കൺസോൾഡേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ബുള്ളിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് അപ്പ് സൈഡ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ബെയറിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആൻഡ് തേർഡ് മൂവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് താഴോട്ട് പോകണില്ല, മുകളിലോട്ട് പോകണില്ല, റേഞ്ചിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യണം, കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യണത്, ആ ഒരു കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ ബെയറിഷിലോട്ട് പോവാം, ദെൻ സൈഡ് വേസിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരിക്കും മാർക്കറ്റ് പ്രൈസിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്യും, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, ദെൻ അഗെയിൻ താഴെ വരും, ലോ ക്രിയേറ്റ് ചെയ്യും, ദെൻ ഹൈ, ദെൻ ഒരു ലോ, ദെൻ ഒരു ഹൈ, ദെൻ ഒരു ലോ, ദെൻ ഒരു ഹൈ, ദെൻ ഒരു ലോ, ദെൻ ഒരു ഹൈ. നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ, ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് മൂവ് ചെയ്യണം. അതായത് ഇതെന്താണ്, ഇതൊരു ലോ ആണ്. ഓക്കെ, ടെക്സ്റ്റ് സൈസ് ഞാനൊന്ന് റെഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ, ഇതൊരു ലോ ആണ്. ആൻഡ് ഇതെന്താണ്, ഇതൊരു ഹൈ ആണ്. ഓക്കെ, ഇതൊരു ലോ ആണ് ആൻഡ് ഇതൊരു ഹൈ ആണ്. ആൻഡ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ താഴെ ഒന്ന് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു റീസെൻറ്റ് ലോയും പ്രീവിയസ് ലോയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റീസെൻറ്റ് ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ അതുകൊണ്ട് ഈ ഒരു ലോയിന് നമ്മൾ ഹയർ ലോ എന്ന് വിളിക്കുക. അതായത് പ്രീവിയസ് ലോയുടെ മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു ലോയിന് നമ്മൾ ഹയർ ലോ എന്ന് വിളിക്കും. സോ ഹയർ ലോ നമ്മൾ ഷോർട്ടായിട്ട് HL എന്ന് പറയും. ഓക്കെ, സോ ഹയർ ലോ എന്ന് വിളിക്കാൻ കാരണം അത് പ്രീവിയസ് ലോയുടെ മുകളിലായിട്ട് ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ മുകളിലോട്ട് പോയി അഗെയിൻ ഒരു ഇമ്പൾസ് ബുള്ളിഷ് മൂവ് വന്നു. ആ ഒരു ഇമ്പൾസ് ബുള്ളിഷ് മൂവ് വന്ന സമയത്ത് ഇവിടെ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രീവിയസ് ഹൈനെ പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഹൈയുടെ മുകളിലായതുകൊണ്ട് നമ്മളിതിനെ ഹയർ ഹൈ എന്ന് വിളിക്കും. ഓക്കെ, ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഹൈയുടെ മുകളിലായതുകൊണ്ട് നമ്മളിതിനെ ഹയർ ഹൈ എന്ന് വിളിക്കും, ഷോർട്ടായിട്ട് HH. ഓക്കെ, സോ HH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഹൈ. സോ അത് പ്രീവിയസ് ഹൈയുടെ മുകളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, ആൻഡ് അതിനുശേഷം എന്ത് ചെയ്തു, നേരെ ഇവിടെ വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോ കിടക്കുന്നത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ലോയുടെ മുകളിലായതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ഹയർ ലോ. ആൻഡ് അതേ സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈനെ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ഷോർട്ടായിട്ട് BMS എന്ന് പറയും. BMS എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പൾസ് ബുള്ളിഷ് മൂവ് വന്നു. ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹയർ ഹൈനെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ബുള്ളിഷ് മാർക്കറ്റിൽ ഹൈനെ അല്ലെങ്കിൽ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയും. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ഹൈയുടെ മുകളിലായത് നമ്മളിതിനെ എന്ത് വിളിക്കും, ഹയർ ഹൈ എന്ന് വിളിക്കും. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ താഴോട്ട് വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് പ്രീവിയസ് ലോയുടെ മുകളിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ഹയർ ലോ എന്ന് വിളിക്കാം. ആൻഡ് അതിനുശേഷം അഗെയിൻ സ്ട്രോങ് ആയിട്ട് അപ്പ് സൈഡ് പ്രൈസ് പോയി, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ഹൈയുടെ മുകളിലായതുകൊണ്ട് ഹയർ ഹൈ.
ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഹയർ ഹൈന് പ്രൈസ് ഇവിടെ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹയർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്താണ്, അത് നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. അതിനുശേഷം ഇവിടെ പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നേരെ താഴെ വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ താഴെയാണ്. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഹയർ ലോ എന്ന് വിളിക്കാം. അതിനുശേഷം അഗെയിൻ പ്രൈസ് നേരെ മുകളിലോട്ട് പോയി. ആൻഡ് ഈ ഒരു ഹയർ ഹൈന് പ്രൈസ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹയർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ആൻഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഹയർ ഹൈ പ്രീവിയസ് ആയിട്ട് മുകളിലാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഹയർ ഹൈ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് ഈ ഒരു രീതിയിലായിരിക്കും മൂവ് ചെയ്യണം. അതായത് ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരിക്കും പ്രൈസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്ട്രക്ചറാണ് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ, അതായത് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു തിയറിറ്റിക്കൽ എക്സാമ്പിളാണ് നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഫസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്യും, ഹൈ ക്രിയേറ്റ് ചെയ്യും, ആൻഡ് പ്രീവിയസ് ലോയുടെ മുകളിലായിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും, ആൻഡ് അഗെയിൻ പുഷ് ചെയ്യും. പുഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമ്പൾസ് ബൈ വരുന്ന സമയത്ത് പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യും. സോ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയും. ആൻഡ് ആ ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് കൂടെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതാണ് സിമ്പിളായിട്ട് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇതെല്ലാ ടൈം ഫ്രെയിമും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റീസെൻറ്റ് എനിക്കിവിടെ കറണ്ട് മാർക്കറ്റാണ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഓക്കെ, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ താഴെ വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ നേരെ മുകളിലോട്ട് പോയി, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, ജസ്റ്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഒരു ലോ ഉണ്ട്, ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, നേരെ മുകളിലോട്ട് പോയി, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ താഴെ വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോയും പ്രീവിയസ് ലോയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണ്, പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ലോയുടെ മുകളിലായതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഹയർ ലോ എന്ന് വിളിക്കും. സോ ഹയർ ലോനെ നമ്മൾ ഷോർട്ടായിട്ട് HL എന്ന് പറയും. ഓക്കെ, സോ അതിനുശേഷം എന്ത് ചെയ്തു, അഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പൾസ് ബൈയിങ് അവിടെ വന്നു. അപ്പോൾ ആ ഒരു ബൈയിങ് വന്ന സമയത്ത് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രീവിയസ് ഹൈനെ ഇവിടെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഈ ഒരു പുതിയ ഹൈനെ നമ്മൾ ഹയർ ഹൈ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് നമുക്ക് പുതിയൊരു ഹയർ ഹൈ ആണ്. ആൻഡ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഹയർ ഹൈ അഗെയിൻ നേരെ താഴെ വന്നു, ഇവിടെ ഒരു സ്പ്രിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ലോയുടെ മുകളിലായതുകൊണ്ട് ഹയർ ലോ. അതുപോലെ തന്നെ ഈ ഒരു ഹയർ ഹൈന് പ്രൈസ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹയർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അതൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. നേരെ മുകളിൽ വന്നു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ ഒരു ഹൈ പ്രീവിയസ് ഹൈയുടെ മുകളിലാണ്, പ്രീവിയസ് ഹൈയുടെ മുകളിലായതുകൊണ്ട് ഹയർ ഹൈ. നേരെ താഴെ വന്നു, ഇവിടെ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു, പ്രീവിയസ് ലോയുടെ മുകളിലാണ്. സോ പ്രീവിയസ് ലോയുടെ മുകളിലായതുകൊണ്ട് നമുക്കൊരു ഹയർ ഹൈ ആണ്, ഹയർ ലോ ആണ്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹയർ ഹൈന് പ്രൈസ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹയർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടെ പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് കറൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്, ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ ഇത് നേരെ വന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സിൽ വരാം. സോ റിവേഴ്സിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെറ്റിൽ വരണം. ഈ ഒരു രീതിയിൽ പോകണം. ഓക്കെ, നമുക്ക് ബെയറിഷ് മാർക്കറ്റിൽ നോക്കാം. ഇപ്പോൾ കറൻ്റ്ലി ഒരു ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ്, ബുള്ളിഷ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇതെല്ലാ ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സ്ട്രക്ചർ എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. പിന്നെ നമുക്ക് എന്ത് നോക്കാം, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കാം. സോ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വരുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. അതായത് ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ബയേഴ്സ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യണത്. ഓക്കെ, സോ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും നോർമലി ഈ ഒരു രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുക. അതായത് ഒരു സീരീസ് ഓഫ്
ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് പ്രൈസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, ദെൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, ദെൻ അഗെയിൻ ഒരു ഹൈ, ദെൻ ഒരു ലോ, ദെൻ ഒരു ഹൈ, ദെൻ ഒരു ലോ, ദെൻ ഒരു ഹൈ, ദെൻ ഒരു ലോ, ഈ ഒരു രീതി. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഫസ്റ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? നേരെ താഴെ വന്നു ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അത് നമുക്കൊരു ലോ ആയിട്ട് മാർക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മുകളിൽ പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈയും പ്രീവിയസ് ഹൈയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. ഓക്കെ, റീസെൻറ്റ് ഹൈ പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് നമ്മളിതിനെ ലോവർ ഹൈ എന്ന് വിളിക്കും. ഓക്കെ, പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് നമ്മളിതിനെ ലോവർ ഹൈ എന്ന് വിളിക്കും. ആൻഡ് അത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എൽ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഹൈ. ഓക്കെ, അതിന് ശേഷം നോക്കുകയാണെങ്കിൽ അഗെയിൻ നേരെ സ്ട്രോങ് ആയിട്ട് താഴോട്ട് വന്നു. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത് പ്രീവിയസ് ലോയുടെ താഴെയാണ്. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് നമ്മളിതിന് ലോവർ ലോ എന്ന് വിളിക്കും. ഓക്കെ, സോ ലോവർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലോ. ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് അതിന് ശേഷം അഗെയിൻ നേരെ മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് നമുക്കത് ലോവർ ഹൈ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ലോയിനെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ലോയിനെ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. എഗെയിൻ ഈ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് സെല്ല് വന്നു. ഈ ഒരു ലോവർ ലോയിനെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ആൻഡ് ഇവിടെ പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് എ ലോവർ ലോ. ആൻഡ് അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് അഗെയിൻ നേരെ മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് അത് ലോവർ ഹൈ ആണ്. ആൻഡ് അതിനുശേഷം അഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ല് വന്നു. പ്രീവിയസ് ലോവർ ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നേരെ താഴെ വന്നിട്ട് ഇവിടെ പുതിയൊരു ലോവർ ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാരിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ പ്രൈസിൽ നമുക്ക് എപ്പോഴും ഒരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ആൻഡ് പ്രൈസ് ഈ ഒരു ലോവർ ലോസിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയും. ആൻഡ് അതുപോലെ തന്നെ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ലോവർ ഹൈനെ റെസ്പെക്ട് ചെയ്യും. ഓക്കെ, ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ലോവർ ഹൈനെ റെസ്പെക്ട് ചെയ്യും. അതുപോലെ തന്നെ ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഹയർ ലോവിനെ റെസ്പെക്ട് ചെയ്യും. ഹയർ ലോവിനെ ബ്രേക്ക് ചെയ്യത്തില്ല ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രെൻഡ് റിവേഴ്സലാണ്. അത് നമുക്ക് നോക്കാം. ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഹയർ ലോവിനെ റെസ്പെക്ട് ചെയ്യും. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റിൽ. ആൻഡ് ബെയറിഷ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഈ ഒരു ലോവർ ഹൈസിനെ റെസ്പെക്ട് ചെയ്യും. ലോവർ ഹൈസിനെ ബ്രേക്ക് ചെയ്യത്തില്ല. ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലാവും. ഇപ്പോൾ ട്രെൻഡ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ലോവർ ഹൈന് പ്രൈസ് റെസ്പെക്ട് ചെയ്യും. അതായത് അവിടുത്തെ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ. നമുക്ക് ബെയറിഷ് മാർക്കറ്റിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സോ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പ്രൈസ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. സോ ഇപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ബെയറിഷ് ഡേ കിട്ടിയിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള മാർക്കറ്റ് ഏരിയ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് അത്ര ക്ലീൻ അല്ലാത്തൊരു ഏരിയ ഞാനിപ്പോൾ എടുക്കണില്ല. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് എടുക്കാം. സോ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ക്ലീൻ അല്ല, അതുകൊണ്ട് ഞാൻ എടുക്കണില്ല. സോ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണ കുറച്ച് ഏരിയാസ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ നമ്മൾ തീരെ നോക്കണം അത്ര ഈസി ആയിരിക്കത്തില്ല. ഓക്കെ, ഇവിടെ ഒരു ഹൈ ഉണ്ട്, സോറി ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ആൻഡ് അഗെയിൻ ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു ലോ ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഇവിടെ ഒരു ലോ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് എടുക്കാം. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് എന്താണ്? ഇതൊരു ലോ ആണ്. ഇനി ഇതെന്താണ്? ഇതൊരു ഹൈ ആണ്.
ആൻഡ് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റിൽ നല്ലൊരു സെല്ല് വന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു ഈ ഒരു ലോവിനെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു, ഇവിടെ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. സോ അപ്പോൾ പുതിയ ലോ കിടക്കുന്നത് പ്രീവിയസ് ലോയുടെ താഴെയാണ്. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും, ലോവർ ലോ എന്ന് വിളിക്കും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, അതുപോലെ തന്നെ ലോവർ ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ലോവർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈ കിടക്കുന്നത് പ്രീവിയസ് ഹൈയുടെ താഴെയാണ്. സോ പ്രീവിയസ് ഹൈയുടെ താഴെ ആയതുകൊണ്ട് നമ്മളിതിനെ എന്ത് വിളിക്കും, നമ്മളിതിനെ ലോവർ ഹൈ എന്ന് വിളിക്കും, ഷോർട്ടായിട്ട് LH. ഓക്കെ, ഇത് നമ്മുടെ ലോവർ ഹൈ ആണ്. ആൻഡ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അഗെയിൻ നല്ലൊരു സെല്ല് വന്ന സമയത്ത് പ്രീവിയസ് ലോവർ ലോനെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ലോവർ ലോനെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് ലോയുടെ താഴെയാണ്. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് ലോവർ ലോ. അതിനുശേഷം എന്ത് ചെയ്തു, അഗെയിൻ പ്രൈസ് മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് സൈഡ് താഴെയാണ്. സോ പ്രീവിയസ് സൈഡ് താഴെ ആയതുകൊണ്ട് അത് നമുക്ക് ലോവർ ഹൈ. ആൻഡ് അതിനുശേഷം അഗെയിൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് വന്നു. ലോവർ ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്കൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. നേരെ താഴെ വന്നു ഇവിടെ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് ലോയുടെ താഴെയാണ്. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് ലോവർ ലോ. അതിനുശേഷം നേരെ മുകളിലോട്ട് പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് സൈഡ് താഴെയാണ്. സോ പ്രീവിയസ് സൈഡ് താഴെ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ലോവർ ഹൈ എന്ന് വിളിക്കാം. അതിനുശേഷം നോക്കുകയാണെങ്കിൽ അഗെയിൻ നല്ലൊരു സെല്ല് വന്നപ്പോൾ ലോവർ ലോയിന് പ്രൈസ് ബ്രേക്ക് ചെയ്തു. സോ ലോവർ ലോയിന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ആൻഡ് ഇവിടെ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് ലോയുടെ താഴെയാണ്. സോ പ്രീവിയസ് ലോയുടെ താഴെ ആയതുകൊണ്ട് ലോവർ ലോ. ആൻഡ് അതിനുശേഷം നോക്കുവാണെങ്കിൽ അഗെയിൻ റിട്രേസ് ചെയ്ത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് സൈഡ് താഴെ ആയതുകൊണ്ട് നമുക്ക് തന്നെ എന്ത് വിളിക്കാം, ലോവർ ഹൈ. അതിനുശേഷം അഗെയിൻ ഒരു സെല്ല് വന്നു. ലോവർ ലോനെ ബ്രേക്ക് ചെയ്തു. ലോവർ ലോനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ആൻഡ് അതിനുശേഷം ഇവിടെ താഴെ വന്നിട്ട് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് ലോയുടെ താഴെയാണ്. ഇത് നമ്മുടെ പുതിയ ലോവർ ലോ. അപ്പോൾ സോ ബെയറിഷ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ ഈ ഒരു രീതിയിലാണ്. ഇപ്പോഴും പ്രൈസിൽ നമുക്കൊരു സീരീസ് ഓഫ് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആയിരിക്കും മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ നമുക്ക് പ്രൈസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഹയർ ലോൻ റെസ്പെക്ട് ചെയ്യും. അതായത് ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ ഹയർ ലോൻ റെസ്പെക്ട് ചെയ്യും. ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ ലോവർ ഹൈന് റെസ്പെക്ട് ചെയ്യും, ബ്രേക്ക് ചെയ്തില്ല. ട്രെൻഡ് റിവേഴ്സൽ എപ്പോഴാണ് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് എപ്പോഴും ബെയറിഷ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ഹയർ ലോയിന് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഹയർ ലോനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ബുള്ളിഷ് മാർക്കറ്റിൽ ഹയർ ലോനെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ബെയറിഷ് മാർക്കറ്റാണ്. ഓക്കെ, അതായത് ഹയർ ലോനെ പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ ബെയറിഷ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ബെയറിഷ് മാർക്കറ്റിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബുള്ളിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ ബെയറിഷ് നിന്ന് ബുള്ളിഷിലോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയറിഷ് മാർക്കറ്റിലെ സ്ട്രോങ് ഹൈ ആയിട്ടുള്ള ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ട്രെൻഡ് റിവേഴ്സലാണ്. പിന്നെ നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കറൻറ്റ് എക്സാമ്പിളിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ വരെ എന്തായിരുന്നു, പ്രൈസ് ബെയറിഷ് ആയിരുന്നു. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, പ്രൈസ് ഈ ഒരു ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്തു. അതായത് ബെയറിഷ് മാർക്കറ്റിലെ റെസ്പെക്റ്റഡ് ഹൈ ആയിട്ടുള്ള ലോവർ ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. പിന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താ, ഒരു ബുള്ളിഷ് മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ബെയറിഷ് ആയിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഓക്കെ, ലോ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ ആൻഡ് ലോവർ ലോ. ഓക്കെ, അതായത് ഈ ഒരു രീതിയിൽ ബെയറിഷ് ആയിട്ടാണ് പ്രൈസ് പോയിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ലോവർ ഹൈ ഇതാണ്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, പ്രൈസ് നേരെ വന്നു, ലോവർ ഹൈന് ബ്രേക്ക് ചെയ്തു. പിന്നെ പ്രൈസ് എന്തായി, പിന്നെ പ്രൈസ് ബുള്ളിഷായി. ഓക്കെ, അതായത് ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ വന്നു. അതായത് ബെയറിഷ് മാർക്കറ്റ് ബുള്ളിഷ് ആവണമെങ്കിൽ ബെയറിഷ് മാർക്കറ്റിൽ സ്ട്രോങ് ഹൈ ആയിട്ടുള്ള ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ലോവർ ഹൈന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് പറയണത്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് നമ്മൾ പറയണത്. ആൻഡ് പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ബെയറിഷ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ബുള്ളിഷ് മാർക്കറ്റിൽ സ്ട്രോങ് ലോ ആയിട്ടുള്ള ഹയർ ലോയിന് പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. പിന്നെ നമുക്കൊരു ബെയറിഷ് മാർക്കറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ട്രെൻഡ്
ഐഡൻറ്റിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 3 ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്. ബുള്ളിഷ് മാർക്കറ്റ് ഉണ്ട്, ബെയറിഷ് മാർക്കറ്റ് ഉണ്ട്, സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ട്. അത് നമുക്ക് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നീ കമൻറ്റിലോട്ട് പറയാം. ആൻഡ് നമുക്കിനി ഡേ 9 നാളെ കാണാം. ബൈ.